പിന്നെ ജെറി. അപ്പോൾ ജെറി എനിക്ക് ആദ്യം പരിചയമില്ലായിരുന്നു. ഒരു ദിവസം അപ്പോൾ ഈ യുദ്ധ സമയത്ത് നടക്കുമ്പോഴുള്ള ആ ഇടയ്ക്കിടയ്ക്കുള്ള ഇടവേളയിൽ ഞാൻ വൈകുന്നേരം നടക്കാൻ പോകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 കിലോമീറ്റർ 1 കിലോമീറ്ററൊക്കെയാണ് നടക്കുക. അതിലപ്പുറം അവിടെ നടക്കാൻ പറ്റില്ല. കാരണം നമ്മൾ 10 അടി നടക്കുമ്പോഴത്തേന് നമുക്ക് പിന്നെ ശ്വാസം നിലച്ചു പോകും. അത്രയും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നാലും ജസ്റ്റ് ടു കീപ്പ്. പിന്നെ ഈ സ്ട്രെസ്സ് ബസ്റ്റ് ചെയ്യാനായിട്ട് ഇതിനേക്കാളും നല്ലൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം എൻ്റെ ബങ്കറിലേക്ക് പോവാണ്. അപ്പോഴുണ്ട് എൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു ചെറിയൊരു പയ്യൻ ഇങ്ങനെ മുന്നിൽ നടന്നു പോകണം. പിന്നെ നോക്കിയപ്പോൾ തന്നെ എനിക്ക് തോന്നി മലയാളിയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനൊരു ഇത്തിരി സ്പീഡപ്പ് ചെയ്തിട്ട് ഞാൻ ഹലോ എന്ന് വിളിച്ചു. അപ്പോൾ ഇവൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഇവന് മനസ്സിലായില്ല ഞാൻ ആരാണെന്ന്. കാരണം എൻ്റെ കേണലിൻ്റെത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ആരാ എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു സാർ ഞാൻ കേണൽ സുബ്രഹ്മണ്യനെ കാണാനായിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആരെയും കേണൽ സുബ്രഹ്മണ്യൻ. അപ്പോൾ എന്നോട് പറഞ്ഞു സാർ എനിക്ക് സാറിനെ അറിയില്ല 315 ഫീൽഡ് റെജിമെൻറ്റിൻ്റെ CEO ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആരാ പറഞ്ഞയച്ചത്? 158 ഫീൽഡ് പിന്നെ റെജിമെൻറ്റിൽ നിന്നാണ്, മീഡിയം റെജിമെൻറ്റിൽ നിന്നാണ്. കേണൽ ശർമ്മയാണ് പറഞ്ഞയച്ചത് സൂര്യൻ സാറിനെ പോയി കാണാനായിട്ട്. ഞാൻ പറഞ്ഞു എന്തിനാണെന്ന് വല്ലതും പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു സാർ അത് ഞാൻ അങ്ങനെ FO ആയിട്ട് പോകണമെന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു വായു കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ അതുവരെ ഞാൻ പറയുന്നില്ല. അങ്ങനെ എൻ്റെ ബങ്കർ എന്നൊക്കെ പറഞ്ഞൊരു ടോട്ടലി മേക്ക് ഷിഫ്റ്റ് മലയുടെ ഉള്ളിൽ ഇങ്ങനെ കുഴിച്ചിട്ട് ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയി. അപ്പോൾ അകത്ത് ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റും പരിപാടിയൊക്കെ ഉണ്ട്. അവിടെ കൊണ്ടുപോയിട്ടാണ് ഞാൻ, അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ പിന്നെ ജെറിയായിട്ട് സംസാരിക്കുന്നത്. ജെറിയായിട്ട് സംസാരിച്ചപ്പോഴാണ് ജെറി എന്നോട് പറയുന്നത് സാർ ഇങ്ങനെ ഞാൻ എയർഫോഴ്സിലായിരുന്നു. എയർഫോഴ്സിൽ നിന്ന് 1990 എയർഫോഴ്സിൽ ചേർന്നു. അപ്പോൾ അവൻ ആദ്യം നേവിയിൽ ചേരണമായിരുന്നു. അപ്പോൾ നേവിയിൽ പറ്റില്ല, പിന്നീട് എയർഫോഴ്സിൽ ചേർന്നു. അപ്പോൾ ജെറിയുടെ ഒരു ചേട്ടനാണ് തോന്നുന്നു എയർഫോഴ്സിലുണ്ട്. ചേട്ടനും തന്നെയാണ് എയർഫോഴ്സിൽ, ചേട്ടൻ തന്നെയാണ്. അപ്പോൾ ചേട്ടൻ എയർഫോഴ്സിലുണ്ട്, എനിക്ക് എയർഫോഴ്സിൽ ചേർന്നുണ്ട്. അങ്ങനെ ഞാൻ എയർഫോഴ്സിൽ ചേർന്നു. ടെക്നിക്കൽ ബ്രാഞ്ചിലാണ് ഞാൻ ചേർന്നത് പറഞ്ഞു. അങ്ങനെ പിന്നെ അപ്പോൾ ചേരുമ്പോൾ +2 മറ്റുമായിരുന്നു തോന്നുന്നു. അതിനുശേഷം ജെറി സ്വയം എഫർട്ടോട് കൂടിയിട്ട് ഗ്രാജുവേഷൻ ചെയ്തു. അങ്ങനെ പിന്നെ കമ്മീഷൻഡ് ഓഫീസറായിട്ട് OTA വഴി, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി വഴി പിന്നെ കമ്മീഷൻ കിട്ടി. എന്നിട്ട് പിന്നെ 158 മീഡിയം റെജിമെൻറ്റിൽ 1997 അപ്പോൾ പ്രായമൊക്കെ ആയല്ലോ, 25-26 വയസ്സൊക്കെ ആയിട്ടുണ്ട് ജെറിക്ക് എന്ന്. അപ്പോൾ ജെറിയുടെ കല്യാണം കഴിഞ്ഞു. യങ് ഓഫീസേഴ്സ് കോഴ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു യങ് ഓഫീസേഴ്സ് കോഴ്സ് ചെയ്യുന്നതുകൊണ്ട് ഒരാൾക്ക് ഒരു OPO ഓഫീസർ ആവാനോ അല്ലെങ്കിൽ ഒരു ഫോർവേഡ് ഒബ്സർവേഷൻ, ഇപ്പോൾ ഞാൻ വിക്രമിൻ്റെ വഴി പറഞ്ഞില്ല, ആവാനുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും ആവില്ല. അതുമാത്രമല്ല ഇവിടെ നമ്മുടെ ഷൂട്ടിംഗ് മുഴുവനും ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ ചോദിച്ചു. ഇപ്പോൾ എന്നോട് പറഞ്ഞു സാർ ഞാൻ കല്യാണം കഴിച്ചു, ഊട്ടിയിൽ ഹണിമൂണിലായിരുന്നു, അവിടുന്ന് എന്നെ റീകോൾ ചെയ്തപ്പോഴാണ് വന്നതെന്ന് വെച്ചു. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു ജെറി നിനക്കൊരു ഷൂട്ട് എടുക്കാൻ അറിയോ? അപ്പം പറഞ്ഞു സാർ വയ്യോ സമയത്ത് ഒരു ഷൂട്ടോ 2 ഷൂട്ടോ മറ്റോ അത്രേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് യൂണിറ്റ് വന്നിട്ട് ആണ് പിന്നെ ട്രെയിനിങ്. പിന്നെ അഡ്വാൻസ് കൺട്രി എന്ന് പറയുന്നൊരു കോഴ്സുണ്ട്. ആ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ശരിക്കും ഒരു OPO ഓഫീസറായിട്ട് ട്രെയിൻഡ് ആവുക, അഡ്വാൻസ് ഒക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വര ഈ കുട്ടി അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ. അപ്പം ഞാൻ ഉടനെ തന്നെ അപ്പോൾ 2 നാഗയുടെ കൂടെയാണ് ജെറി പറഞ്ഞേക്കേണ്ടത്. അതെന്നോട് CRT പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ CO കേണൽ ബഡാലയ്ക്ക് അങ്ങനെ ടെലിഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ ബഡാല ജെറി എൻ്റെ അടുത്തുണ്ട്, അപ്പോൾ കുറച്ച് ടിപ്സ് അവന് പറഞ്ഞു കൊടുക്കണം. നമുക്ക് അവരോട് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ വളരെ യങ് ഓഫീസറാണ്, അവർക്ക് ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 മണിക്കൂർ ഞാൻ എടുക്കും. അപ്പോൾ പറഞ്ഞു സാർ സമയമുണ്ട്, പിന്നീട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ കൊണ്ടുവിടാം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുത്തിയിട്ട് സിമ്പിളായിട്ടുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം പറഞ്ഞു കൊടുത്തു. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും പറഞ്ഞു കൊടുത്തില്ല. അപ്പോൾ എന്നിട്ട് ഞാനത് തന്നെ ഒരു 5-6 തവണ, ഞാൻ ഇൻസ്ട്രക്ടറായിരുന്നല്ലോ വൈദ്യുത് പല തവണയും. അപ്പോൾ ഞാനതിൻ്റെ ആ സീക്വൻസൊക്കെ പറഞ്ഞു കൊടുത്തു. നമുക്ക് ഇന്നെ ഒരു റിയാക്ട് ചെയ്യുക, ഓരോ ഇതിനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ഇവനെ കൊണ്ട് ഇതൊക്കെ ചെക്ക് ചെയ്യിച്ചു. അതിൻ്റെ ഇടയിൽ ചായ കൊടുത്തു. അപ്പോൾ ഇന്ദ്രയും കുട്ടികൾ അന്ന് അവിടെ വന്നപ്പോൾ ഇവർ കുറച്ച് ചിപ്സും പരിപാടിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവന് കൊടുത്തിട്ട് ഞാൻ ഇവനോട് പറഞ്ഞു ശരി ഞാൻ കൊണ്ടുവിട്ടുതരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവനെ 2 നാഗയുടെ സിയോനെ കൊണ്ട് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവന് ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി വെരി ഷാർപ്പ് ബോയ്. കാരണം അത്രയുള്ള ആ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരാൾ ഇത്ര ഷാർപ്പാവില്ല. പക്ഷെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവന് മനസ്സിലാക്കുന്നവരായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഞാനിത് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു റിപ്പീറ്റ്. അപ്പോൾ അതേമാതിരി
ഉള്ള ഒരു 10-20 സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബഡാലോട് പറഞ്ഞു, നോക്കുക നല്ല മിടുക്കനായിട്ടുള്ളൊരു ഓഫീസറാണ്, വേണ്ട സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 2 നാഗയുടെ ഫോർവേഡ് ഒബ്സർവേഷൻ ഓഫീസറായിട്ടാണ് ജെറി പോയത്. അങ്ങനെ അവിടെ നിന്ന് അവർ പോയി അറ്റാക്ക് ആയിട്ട് പോയിട്ട് ഫസ്റ്റ് ഫീച്ചർ, അപ്പോൾ ട്വിൻ ബോംബ് എന്ന് പറയുന്ന ഒരു ഫീച്ചറിൻ്റെ മീതായിരുന്നു ഇവരുടെ ആദ്യത്തെ അറ്റാക്ക്. അപ്പോൾ ആ അറ്റാക്കിന് പോയപ്പോൾ ജെറി ആക്ച്വലി ഇവരുടെ ബാറ്ററി കമാൻഡർ ഉണ്ടല്ലോ, ബാറ്ററി കമാൻഡർ ഇഞ്ചേർഡ് ആയ കാരണത്താലേ പിന്നെ ആ ബാറ്ററി കമാൻഡറുടെ ചാർജ് അടക്കം ജെറിക്ക് ഏറ്റെടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത് ഇമാജിൻ ചെയ്ത അതേമാതിരി സിറ്റുവേഷൻസ് വന്നു. ഒരു പലയിടത്തുനിന്ന് ഫയറിങ് അവിടെയൊക്കെ വന്നപ്പോൾ ജെറി ടാർഗറ്റ്സ് എൻഗേജ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ടാർഗറ്റ് എൻഗേജ് ചെയ്ത് കൊടുത്ത് എനിക്ക് തോന്നുന്നു 5-6, അപ്പം എൻ്റെ കൺസേൺ ഉപയോഗിക്കുന്ന മൈൻഡ് ഞങ്ങളുടെ കൺസേണാണ് ജെറി. അപ്പോൾ ഒരു ഡയറക്റ്റ് സപ്പോർട്ട് ബാറ്ററി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാറ്ററി കൊടുത്തിട്ടുള്ളത്, അപ്പോൾ എൻ്റെ കൺസേണാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ അവിടുന്ന് ഒരു 4 ഷൂട്ടോ മറ്റോ എടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും ഇവർ മുന്നോട്ട് പോകും. ജെറി മൊത്തം ഇൻഫൻട്രിക്കാരുടെ അഴപ്പാണല്ലോ. അപ്പോൾ RPG-യുടെ ഷോട്ടാണ് ആദ്യം, ഒരു റൈഫിളിൻ്റെ ഷോട്ട് ഒന്ന് കൈമേ. അത് കഴിഞ്ഞപ്പോൾ ജെറി നിന്നില്ല, അതപ്പം തന്നെ ഇവരുടെ അടുത്ത് ഈ ഫീൽഡ് റച്ചിങ് ഉണ്ട്, അതെടുത്ത് കെട്ടി മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഒരു RPG ഷോട്ട്, ജെറി അതോട് കൂടിയിട്ട് താഴെ വന്നു. ഈ വിവരം കാരണം ഞാൻ അത്രയും ഇതോട് കൂടി ഏൽപ്പിച്ചിട്ടുള്ളതാണ് ബഡോലെ. ബഡോലെ എന്നോട് ആ വിവരം പറഞ്ഞില്ല. ജെറിക്ക് വെടി കൊണ്ടൊന്നും ജെറി കാഷ്വാലിറ്റി ആയി എന്നുള്ള വിവരം എന്നോട് ബഡോലെ പറഞ്ഞില്ല. പിറ്റേ ദിവസം പിന്നെ ഞാനും ഭയങ്കര തിരക്കിലായിരുന്നു, വളരെ തിരക്കിലായിരുന്നു. അപ്പോൾ ഞാനും ടാർഗറ്റ്സൊക്കെ ഇങ്ങനെ എൻഗേജ് കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ഹുലിയാൽ OP എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഞാൻ ആങ്കർ OP-യാണ്. അപ്പോൾ എനിക്ക് ബാക്കിയുള്ളതിനൊന്നും പറ്റിയിട്ടൊന്നും ചിന്തിക്കാൻ സമയമില്ല, ആരെവിടെയാണെന്നുള്ളതൊന്നും ചിന്തിക്കാൻ സമയമില്ല. കാരണം അത്ര പിന്നെ ബാക്കിയുള്ള ഇങ്ങനെ സിറ്റുവേഷൻസ് ഇങ്ങനെ വരുന്നുണ്ടല്ലോ. പിറ്റേ ദിവസം രാവിലെ ഞാൻ ബഡലോട്ട് ചോദിച്ചു, ഹൗ വാസ് എ പെർഫോമൻസ് ഓഫ് ജെറി എന്ന്. ഇവൻ കുറച്ച് നേരം ഒന്നും മിണ്ടുന്നില്ല, ജെറി ഒന്നും മിണ്ടുന്നില്ല, അല്ല ബഡലൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ എന്നോട് സാർ ഈസ് എ കാഷ്വാലിറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു കാഷ്വാലിറ്റി, പറഞ്ഞു ഈസ് എ ലൈഫ്, ഒന്നും മിണ്ടുന്നില്ല. എന്നോട് പറഞ്ഞു സാർ വി ഹാവ് ലോസ്റ്റ് ജെറി. പിന്നത്തെ എൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. ഉടനെ തന്നെ ഞാനാണ് എന്നിട്ട് പിന്നെ CO 158 മീഡിയം റെജിമെൻറ്റിനെ വിളിച്ചതും അറിയിച്ചതൊക്കെ ഞങ്ങളാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂട്ടിയിട്ട് ഇൻഫാക്റ്റ് ജെറിയുടെ സൈറ്റേഷൻ എഴുതിണ്ടാക്കിയത് ഞാനാണ് സാർ. കാരണം യുദ്ധത്തിൽ ഒന്നാമത് എൻ്റെ അണ്ടറിലായിരുന്നു, കാര്യങ്ങൾ മുഴുവൻ എനിക്കാണല്ലോ അറിയുന്നത്. എന്നിട്ട് ഞാനാണ് ആ സൈറ്റേഷൻ അവിടെ വെച്ച് എഴുതി കൊടുത്തിട്ട് പിന്നെ ഒരു 158 റെജിമെൻറ്റിൻ്റെ CO നല്ല മിടുക്കനായുള്ള ഒരു കമാൻഡിങ് ഓഫീസറായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ നമ്മളിത് ചെയ്തത്. ജെറി കല്യാണം കഴിഞ്ഞതിന് ശേഷം വന്നിട്ടില്ലല്ലോ, ആദ്യമായിട്ടാണല്ലോ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. അപ്പോൾ ജെറിയുടെ പാർട്ട് ഓർഡർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാർട്ട് ഓർഡർ അപ്പോൾ തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്തു. ജെറിയെ പിന്നെ ബാക്ക് ഡേറ്റ് ചെയ്തിട്ട് അതവിടെ ഫീൽഡ് ഏരിയയിൽ വന്നപ്പോൾ തന്നെ അപ്പോൾ കമാൻഡിങ് ഓഫീസർക്ക് അതിന് പവറുണ്ട്. ഒരു ലെഫ്റ്റനൻറ്റിനെ പിടിച്ചിട്ട് ഫീൽഡ് കണ്ടീഷനിൽ വെച്ചിട്ട് ക്യാപ്റ്റൻ ആവാം. അല്ലെങ്കിൽ അപ്പോൾ അന്ന് ജെറി 2 വർഷത്തെ റിസല്ലേ ഉള്ളൂ. അപ്പോൾ അന്നൊക്കെ 5 വർഷമായാലും ക്യാപ്റ്റൻ ആവുള്ളൂ. അപ്പോൾ ജെറി ഉടനെ തന്നെ അന്ന് ഇവിടെ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ്, അതായത് എഫേർട്ട് പോകുന്നതിന് മുമ്പ് ക്യാപ്റ്റനായിരുന്നു. അങ്ങനെ ജെറി പോയി.